കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റതിൽ ഡിഎംഒ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. തൃക്കാക്കര പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിഷ്ണു പ്രകാശ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി. വിഷ്ണു, ഇന്നലെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. NCC ക്യാമ്പ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ കായിക ശേഷി പരിപോഷിപ്പിക്കുന്ന ഒരിടം കൂടിയാണ്. വലിയ രീതിയിലുള്ള വർക്കൗട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ അവിടെ ഇത്തരത്തിലൊരു ഭക്ഷ്യവിഷബാധ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഗുരുതരമായ വീഴ്ചയാണ്. അതിന് പിന്നാലെ SFI ഇടപെടുന്നു. അത് അതിനേക്കാൾ വലിയ സംഭവങ്ങളിലേക്ക് വഴിവെക്കുന്നു. വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഒക്കെ ഉണ്ടാകുന്നു. ഇന്നലെ ഏറെ വൈകിയും പ്രതിഷേധമുണ്ടായിരുന്നു. എന്താണിപ്പോൾ നിലവിലത്തെ സാഹചര്യം? 70ഓളം കുട്ടികൾ ആശുപത്രിയിൽ തുടരുന്നുണ്ടല്ലോ. അവരുടെ ആരോഗ്യനില എന്താണ്? ഇന്നലെ രാത്രിയുണ്ടായ സംഭവങ്ങളുടെ ഒക്കെ വിശദാംശങ്ങൾ. ഗുരുതരമായ ഒരു ആരോപണമാണ് കുട്ടികൾ ഈ SFI നേതാക്കൾക്കെതിരെയും അതുപോലെ തന്നെ ഈ NCC ക്യാമ്പുമായി ബന്ധപ്പെട്ട് പുറത്ത് വന്നിരിക്കുന്നത്. ഇന്നലെ ആദ്യഘട്ടത്തിൽ 20ഓളം വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇത്തരത്തിലൊരു ഭക്ഷ്യവിഷബാധ എന്നും അവർക്ക് ദേഹാസ്വാസ്ഥ്യവും അതുപോലെ വയറുവേദനയും ഛർദിയും എല്ലാം അനുഭവപ്പെടുന്നത് ആ തുടക്കഘട്ടത്തിൽ ഒരു 20ഓളം പേർക്ക് മാത്രമാണ് എന്നാണ് പുറത്തു വന്നത്. എന്നാൽ പിന്നീട് 70ഓളം കുട്ടികൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെയുള്ള എറണാകുളത്തെ വിവിധ ആശുപത്രികളിൽ 70ഓളം കുട്ടികൾ 70ലധികം കുട്ടികൾ ചികിത്സയ്ക്കായി എത്തിയിരിക്കുന്നു. ഇവർക്ക് വയറുവേദനയും ഈ ഉച്ചനേരത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വയറുവേദനയും ഛർദിയും അതുപോലെ തന്നെ ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഈ കുട്ടികൾ ആംബുലൻസിൽ അടക്കം ഈ ക്യാമ്പിലുണ്ടായിരുന്ന വാഹനത്തിലും ആംബുലൻസിലുമായി ആശുപത്രിയിലോട്ട് എത്തുന്നത്. ഏതായാലും കുട്ടികൾ ഇന്നലെ പ്രാരംഭമായിട്ടുള്ള പ്രാഥമിക ചികിത്സ നേടി മടങ്ങിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇവർക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ അപ്പോഴും 70ഓളം കുട്ടികൾക്ക് ഇത്തരമൊരു ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഇത് വരുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇത് എത്തരത്തിൽ വന്നു എന്നുള്ള കാര്യങ്ങൾ അടക്കം പരിശോധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇന്നലെ തന്നെ രാത്രി ആരോഗ്യ വിഭാഗം ഈ NCC ക്യാമ്പ് നടന്ന സ്കൂളിലെത്തി അവിടുത്തെ ഇന്നലെ ഈ കുട്ടികൾ കഴിച്ച ഭക്ഷണത്തിന്റെ സാമ്പിളുകൾ അടക്കം ശേഖരിച്ചിട്ടുമുണ്ട്. മോരുകറിയും അതുപോലെ മീൻ കറിയും ആയിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് കുട്ടികൾക്ക് നൽകിയത് എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അപ്പോൾ ഇതിന്റെ സാമ്പിളുകൾ ഈ പ്രൊസീജിയറിന്റെ ഭാഗമായി തന്നെ ഈ ഭക്ഷണ സാമ്പിളുകൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഭക്ഷണത്തിന്റെ സാമ്പിളുകൾ എടുത്തു വയ്ക്കുന്ന ഒരു രീതിയുണ്ട്. അതാണ് ഇന്നലെ ആരോഗ്യ വിഭാഗം കളക്ട് ചെയ്ത് മടങ്ങിയിരിക്കുന്നത്. ഇനി അത് പരിശോധനയ്ക്ക് അയച്ച് കൂടുതലായി അതിന്റെ ഫലങ്ങൾ പുറത്തു വരുന്നത് അനുസരിച്ചായിരിക്കും ഇത് ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണോ വന്നത് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കാനാവുള്ളൂ. ഏതായാലും കുട്ടികൾക്ക് ആർക്കും ആരോഗ്യപരമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഭൂരിഭാഗം കുട്ടികൾ ഇന്നലെ തന്നെ മെഡിക്കൽ കോളേജിൽ അടക്കം ചികിത്സയ്ക്ക് എത്തിയ കുട്ടികൾ ഇന്നലെ ഡിസ്ചാർജായി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ DMO അടക്കമുള്ളവർ ഈ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഇതിന്റെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ അധികാരപ്പെട്ടവരോട് ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 20-ാം തീയതി മുതലാണ് ഇത്തരത്തിൽ ഈ കാക്കനാടുള്ള KMM കോളേജിൽ ഈ NCC ക്യാമ്പ് ആരംഭിച്ചു വരുന്നത്. അതിനുശേഷം ഞായറാഴ്ചയും ഉച്ചയ്ക്ക് ഇതുപോലെ കുട്ടികൾക്ക് ചെറുതായിട്ടുള്ള ഒരു ഭക്ഷണത്തിൽ നിന്ന് ചെറിയ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായി എന്നും വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. ഏതായാലും ഇനി ഈ റിസൾട്ട് വരേണ്ട ഒരു കാര്യമുണ്ട്. അതിനുശേഷം മാത്രമാകും കൂടുതൽ വിവരങ്ങൾ ഇതിൽ നിന്ന് ലഭ്യമാവുള്ളൂ. അതിന്റെ പുറമെയാണ് ഈ SFI നേതാവിനെ തീർച്ചയായിട്ടും അതെ, അതിന് പുറമെയാണ് ഈ കുട്ടികളുടെ ആരോഗ്യനില ഇപ്പോൾ ഓക്കെ ആയി തുടരുന്നുണ്ട്. വലിയ പ്രശ്നമില്ലാതെയാണ് പോകുന്നത്.